അപ്പോൾ എനിക്ക് 2 അടീനിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നട്ട് വെച്ച് കൊടുത്തിട്ട് കുറച്ച് ദിവസങ്ങളായി കേട്ടോ. അപ്പോൾ അത് പാൽക്കവറിനകത്താണ് ഞാൻ നട്ട് കൊടുത്തത് കേട്ടോ. അത് ചകിരിച്ചോറും മണ്ണും കൂടെ മിക്സ് ചെയ്ത് അതിനകത്താണ് ഞാനിത് നട്ട് വെച്ച് കൊടുത്തത്. അപ്പോൾ ഒന്ന് കിളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കിളിച്ച് കിട്ടിയത് കൊണ്ട് അത് ഞാനെടുത്ത് ചട്ടിക്കകത്തോട്ട് നട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ചട്ടി ഉണ്ടായതുകൊണ്ട് ഞാനത് അതിനകത്ത് ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം വളമൊന്നും ഇട്ടിട്ടില്ല മണ്ണിനകത്ത്. മണ്ണ് അല്ലാതെ എടുത്തുകൊണ്ട് വന്ന് നേരിട്ട് അങ്ങ് വെക്കുവാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ വളമിടാഞ്ഞെന്ന് വെച്ചാൽ നല്ല വളക്കൂറുള്ളൊരു മണ്ണായതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് മണ്ണൊന്നും ഇട്ടില്ല കേട്ടോ. പിന്നെ അതുമല്ല ചിലപ്പം ചീഞ്ഞ് പോകാൻ സാധ്യത ഉണ്ടായെന്ന് പേടിച്ചാണ് ഞാൻ വളങ്ങളൊന്നും ഞാൻ ചേർക്കാതെ കിളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇട്ട് അത് നല്ല രീതിയിൽ ഒന്ന് നികത്തി കൊടുത്ത് നേരിട്ട് മുറ്റത്ത് വെക്കുന്നില്ല. നമ്മളിപ്പോൾ അത് കിളിച്ച സമയത്ത് നമ്മൾ എടുത്തില്ലേ, അത് അവിടെ തന്നെ തിരിച്ചങ്ങ് കൊണ്ടുവച്ച് അവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അവിടെ വെച്ചാലേ നമുക്ക് മഴ പെയ്യുമ്പം വെള്ളം തെറിക്കാതിരിക്കത്തുള്ളൂ. അപ്പോൾ അവിടുന്ന് കുറച്ച് കിളിച്ച് കിട്ടുന്ന സമയത്ത് നമുക്കത് പുറത്തോട്ട് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ അവിടെ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ എന്നിട്ട് നമ്മുടെ മഞ്ഞളിനകത്ത് കാണുന്ന പൂവാണിത് കേട്ടോ. ഞാൻ ഇപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇനി ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റ.